വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ഓണത്തിൻ്റെ ടൈമിൽ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഉത്രട്ടാതി നാളിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ഇടാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. ഓണത്തിൻ്റെ ഇടയ്ക്ക് വന്ന പിറന്നാളായതുകൊണ്ട് ഈ ദിവസമാണ് കേട്ടോ അവിടുത്തെ ഓണം കൊള്ളുന്നത്. പിറന്നാളുകാരിയുടെ പുറകെ പോയി കുറേ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടോ, പക്ഷേ ആൾ അത്ര നല്ല മൂഡിലല്ലായിരുന്നു. പുള്ളിക്കാരിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. ഇന്നലെ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഫെസ്റ്റിന് പോയപ്പം നല്ല രീതിയിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പനി കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ ആവശ്യം ഐസ്ക്രീം വേണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിനാണ് ഇപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതും. അങ്ങനെ ഇതേ അവിടെ സ്പെഷ്യലായിട്ട് ഇന്നുണ്ടായിരുന്നത് സേമിയ പായസം ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അല്ലറ ചില്ലറ കുറച്ച് പണികൾ നടക്കുന്നത് കൊണ്ട് ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും അവിടെ സദ്യയൊക്കെ ഫുൾ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് ഒരിടം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിറന്നാളുകാരിയുടെ കൂടെ തന്നെ ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. സദ്യ എനിക്ക് എന്നും ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പപ്പടവും പരിപ്പും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഉത്രട്ടാതി ആയതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഓണസദ്യയും പിറന്നാൾ സദ്യയും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ പിറന്നാളുകാരിയോട് തന്നെ ആദ്യത്തെ ഉരുള കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവളവിടെ പപ്പടത്തിന്റെ ഭംഗിയും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവളെയും കൊണ്ട് ആദ്യത്തെ ഉരുള കഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ എനിക്ക് ക്ഷമയൊന്നുമില്ല. അങ്ങനെ ഞാനും സദ്യ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുവോണത്തിന്റെ അന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എല്ലാ ദിവസവും ഇപ്പൊ സദ്യയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് ഇതിന് ഒരു മടുപ്പും തോന്നാറില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സദ്യ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലായിരിക്കും കേട്ടോ ഓണം കൊള്ളുക. അപ്പൊ എല്ലാ ദിവസവും സദ്യ ഉണ്ടാവും. പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം സദ്യ കഴിക്കുന്നത്. തുടക്കം അതാണ്. പിന്നെയാണ് സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ചേർത്ത് നമ്മൾ കഴിക്കുക. ആദ്യം വിളമ്പിയ ചോറിൽ ഞാൻ മൂന്നായിട്ട് പകുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തേതിൽ ഞാൻ പരിപ്പൊഴിച്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചു. പിന്നെ സാമ്പാറിന്റെ കൂടെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ചേർത്ത് കഴിച്ചു കേട്ടോ. സാമ്പാറിന്റെ കൂടെ പുളിശ്ശേരിയും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. സാധാരണ സദ്യയിൽ സാമ്പാർ കഴിഞ്ഞിട്ട് പായസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുളിശ്ശേരി ഒഴിച്ച് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ആ ചടങ്ങിൽ നിന്ന് തെറ്റിച്ചിട്ടുണ്ട്. അത് തെറ്റിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എല്ലാ ചോറും കൂടെ എനിക്ക് കഴിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഒരു പായസത്തിൽ പപ്പടവും പഴവും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരിടം വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് വേറെ എങ്ങോട്ടും അല്ല, പുനലൂരേക്കാണ് കേട്ടോ. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യാണ് ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട്. നമ്മൾ 3 പേരും 3 ആയതുകൊണ്ട് തന്നെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓണത്തിന്റെ ടൈം ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരുടെയും സമയം കണക്കിലെടുത്ത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ വെച്ചായിരുന്നു കേട്ടോ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എല്ലാവരുടെയും വീട്ടിലൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് വീടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേറെ പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ സാധാരണ നമ്മുടെ 3 പേരുടെ ആരുടെയെങ്കിലും ഒക്കെ വീടുകളിൽ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യാറ്. അങ്ങനെ ഞാനാണ് കേട്ടോ ഫസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പാറു വന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഘു വന്നിട്ടുണ്ടായിരുന്നത്. പുറത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും അകത്ത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും കൂടെ വന്നതിന് ശേഷം നമ്മൾ 3 പേരും കൂടാണ് കേട്ടോ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ +2 മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഡെയിലി കാണോ വിളിക്കോ സംസാരിക്കോ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. പക്ഷേ നമ്മൾ എത്ര നാൾ കാണാതിരുന്നാലും നമ്മൾ പെട്ടെന്നൊന്ന് കാണുമ്പോൾ നമ്മുടെ ആ ബോണ്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ 3 മാത്രമേ ഇപ്പൊ ആ ഷോപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചിരിയും ബഹളവും എല്ലാം കൂടെ ആയി നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ നമ്മൾ കണ്ട ടൈം മുതൽ ഈ തിരിച്ചു വരുന്ന ടൈം വരെ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ശകലം പോലും ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നേ. അപ്പൊ അവിടെ ഇനി ഒരുപാട് നേരം നിൽക്കാതെ നമുക്കിനി പുറത്തേക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് എന്തായാലും ഒന്ന് തീർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് അധികം അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരെ കാണുന്നത്. അപ്പൊ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അവരെ കണ്ട് സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ റീൽസിന് പറ്റിയ വീഡിയോസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ കൂടി വെച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണേ. ഇനി നമ്മുടെ പ്ലാൻ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു മാളുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദൂരെ എവിടെയെങ്കിലും പോയേനെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ദൂരെ എങ്ങും പോകാഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ തേങ്കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ പാക്ക് ചെയ്തെടുത്ത സാധനം ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തൊട്ടടുത്തുള്ള മാളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ മാളിൽ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി മറ്റേ ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതായതുകൊണ്ട് ഇവിടെ നിന്നൊന്നും കഴിക്കാനും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് കാണാനോ ഒന്നുമില്ല, വലിയ ആൾത്തിരക്ക് പോലും ഇല്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ ഒരു മാളിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം തിരക്കാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ലിഫ്റ്റിൽ കയറി നമ്മൾ താഴേക്കും മുകളിലേക്കും ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.